ഗം ഗണപതിയേ നമഃ. യാ ദേവീ സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. ദേവീ സംബന്ധമായ കാര്യങ്ങളും ഒപ്പം ജ്യോതിഷപരമായ ഫലങ്ങളും ഓരോ വ്യക്തിയുടെയും ജനന സമയം വച്ചിട്ടുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫലമറിയേണ്ടവർ കൃത്യമായ ഡേറ്റും സമയവും വെച്ച് വിളിക്കേണ്ടതാണ്. അതേപോലെ ദേവിയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നേടിയെടുത്ത കാര്യങ്ങൾ, അറിവുകൾ, അതും ഈ പ്രോഗ്രാമിലൂടെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചിട്ടും ദേവി എന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണിലെപ്പോഴും അത് മൂകാംബിക അമ്മ തന്നെയാണ്. 30 വർഷമായിട്ടുള്ള ബന്ധം ദേവിയുമായിട്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ദൈവികമായ ഉപാസന സമ്പ്രദായങ്ങളൊക്കെ ഞാനിവിടെ മറ്റുള്ളവരുമായിട്ടൊക്കെ എൻ്റെ പ്രേക്ഷകരായിട്ടൊക്കെ പങ്കുവെക്കാറുണ്ട്. ഒരു കോളുണ്ട്. ഹലോ 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 ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ പയ്യന്നൂരിന്നാണ്. പയ്യന്നൂർ, പറഞ്ഞോളൂ. എനിക്ക് പിന്നെ മൂകാംബിക ദർശനത്തെ കുറിച്ച് കുറച്ച് അറിയാനായിരുന്നു. നിങ്ങള് വലിയൊരു ഉപാസകനാന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ദർശനത്തെ പറ്റി ഒന്ന് പറഞ്ഞു തരുമോ? അല്ല, നിങ്ങളെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള മൂകാംബിക അമ്പലത്തിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. അതെ അതെ, കാര്യങ്ങളെ കുറിച്ചാണ്. നമുക്കൊന്ന് ദർശനം നടത്താൻ താല്പര്യമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുമോ? അത് പറഞ്ഞു തരാമല്ലോ. മൂകാംബിക ക്ഷേത്രം ശരിക്കും എന്താണ് പറയപ്പെടുന്നത് കോലാപുരം മഹാദേശം തത്ര ലക്ഷ്മി സദാസ്ഥിത എന്നാണ്. അതായത് മൂകാംബികയിലാണ് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉള്ളത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഏറ്റവും കൂടുതലായിട്ട്. അതുകൊണ്ട് തന്നെ മൂകാംബിക ക്ഷേത്ര ദർശനം നടത്തുന്ന വ്യക്തിക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി വരുന്നതായി കാണുന്നു. ഒപ്പം സമ്പത്ത് മാത്രം വന്നാൽ പോരാ, അത് എങ്ങനെ ചെലവഴിക്കണം എന്നുകൂടി ആ വ്യക്തിക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ അറിവുണ്ടായിരിക്കണം. അല്ലെങ്കിൽ കയ്യിൽ വന്ന കാശുകൾ മുഴുവൻ വെറുതെ ആയിപ്പോവും. അപ്പോൾ മൂകാംബിക അമ്മ ജ്ഞാനവും കൊടുക്കുമെന്നാണ്. ഒപ്പം മുമ്പിലുള്ള തടസ്സങ്ങളെ മാറ്റാനും ദേവി തൻ്റെ ഭക്തനെ സഹായിക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാകാളി ഇത് മൂന്നിൻ്റെയും ഒരുമിച്ചുള്ള ചൈതന്യമാണ് മൂകാംബികയിൽ കുടികൊള്ളുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹലോ, നമുക്ക് ഓരോ നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും പൂജ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഓരോ ശരിക്കും അങ്ങനെ പറയാനില്ല. ഏത് നക്ഷത്രക്കാർക്കും മൂകാംബികയിൽ പോകുന്നതിനൊന്നുമില്ല. പക്ഷെ പൊതുവെ ഉത്രാട നക്ഷത്രക്കാർക്കൊക്കെ കൂടുതൽ ഫലം കണ്ടുവരുന്നുണ്ട്. അതല്ലാതെ എല്ലാ നക്ഷത്രക്കാർക്കും മൂകാംബികയിൽ പോകാം. മൂകാംബികയിൽ മൂകാംബിക ഞാൻ പറഞ്ഞല്ലോ ചണ്ഡികയാണ്. ഈ ചണ്ഡിക എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാകാളി. അവിടെയുള്ള ഈ വിഗ്രഹത്തിനല്ല, അത് പലർക്കും അറിയാതൊരു രഹസ്യമാണ്. അതിൻ്റെ വിഗ്രഹത്തിൻ്റെ മുമ്പിലായിട്ട് ഒരു സ്വയംഭൂ ജ്യോതിർലിംഗമുണ്ട്. അതാണ് അതിലേക്ക് പലരും ദർശനം നടത്താതെയാണ് പലരും തിരിച്ചു വരുന്നത്. അത് എല്ലാ സമയത്തൊന്നും അത് കാണിക്കില്ല. അത് കാലത്ത് അങ്ങനെ ചില പ്രത്യേക ടൈമുകളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അവിടെയുള്ള ഏതെങ്കിലും ഒരു പൂജാരിമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ
അതിന് പിന്നെ അത് കാണാൻ വേണ്ടി അവരെ നമ്മൾ പ്രത്യേകമായിട്ടൊന്ന് കണ്ടിട്ട് അങ്ങനെയൊക്കെ അത് അവർ കാണിച്ചു തരും. രാവിലെ പോയി കഴിഞ്ഞാൽ 7 മണിക്ക് മുമ്പായിട്ട് അഭിഷേക സമയത്ത് എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റും. അത് പലരും നമ്മൾ കാണുന്നത് ക്ഷേത്രത്തിലകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അമ്മയുടെ ചതുർബാഹുവായ വിഗ്രഹമാണ്. അത് ശങ്കരാചാര്യർക്ക് ദേവി ദർശനം കൊടുത്ത രൂപത്തിൽ ദേവിയുടെ വിഗ്രഹം പണിത് അവിടെ സ്ഥാപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അത് 1000 വർഷം പഴക്കം മാത്രമേ ആ വിഗ്രഹത്തിനുള്ളൂ. പക്ഷേ ഈ ജ്യോതിർലിംഗത്തിന് കണക്ക് കൂട്ടാൻ പറ്റാത്തത്ര പഴക്കമുള്ള ആ ഒരു മഹത്തായ ഒരു ചൈതന്യം കുടികൊള്ളുന്നൊരു സാധനമാണത്. അതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. പിന്നെ ആദ്യം പോകുന്ന വ്യക്തികൾ, അതായത് കന്നിക്കാരെന്ന് പറയും, നമ്മൾ ശബരിമലയിലൊക്കെ കന്നിസ്വാമി എന്നൊക്കെ പറയുന്ന പോലെ മൂകാംബികയിൽ ആദ്യം പോകുന്നവർ സൗപർണികയിൽ സ്നാനം ചെയ്ത് അവിടെ കരക്കുള്ള ഗണപതിയെ തൊഴുത് പണ്ടത്തെ കണക്കിന് അവിടെ പൂജാരിമാരെ കൊണ്ട് ചിലപ്പോൾ ചില സങ്കല്പ പൂജയൊക്കെ അവിടുന്ന് ചെയ്തിട്ടൊക്കെയാണ് ക്ഷേത്രത്തിലേക്ക് പോകുക. ഇപ്പോൾ അതൊന്നും ആരും അങ്ങനെ ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതൊക്കെ ഏറ്റവും ഉത്തമമാണ്. ഏതായാലും സൗപർണികയിൽ കുളിച്ച് അതിൻ്റെ കരയിലുള്ള ഗണപതിയെ ദർശിച്ചതിന് ശേഷം മാത്രം ദേവിയെ ക്ഷേത്രത്തിലേക്ക് പോയി ദേവിയെ ദർശിക്കാൻ ശ്രദ്ധിക്കണം. 3 നേരം പോയി കഴിഞ്ഞാൽ സാധാരണ ഒരു ക്ഷേത്രത്തിൽ തൊഴുന്ന പോലെ പെട്ടെന്ന് തൊഴുത് മടങ്ങരുത്. ഒരു ദിവസമെങ്കിലും അവിടെ നിന്ന് സാവകാശം 3 നേരവും ദേവിയെ ദർശിക്കുന്നതാണ് പൂർണ്ണമായിട്ടും ഫലം ചെയ്യുക. അതേപോലെ വൈകുന്നേരം രാത്രി കിട്ടുന്ന കഷായ തീർത്ഥം സേവിക്കുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കുന്ന മാലിന്യങ്ങളെ ഇല്ലാതാക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതൊക്കെ ഭക്തന്മാരുടെ വിശ്വാസമാണ്. അപ്പോൾ അത് ഓരോരുത്തർക്കും ആ വിശ്വാസമുള്ള വ്യക്തിക്ക് അത് അത്തരത്തിൽ ചിന്തിച്ചുകൊണ്ട് അത് സേവിച്ചു കഴിഞ്ഞാൽ അതിന് ഫലമുണ്ട്. ശ്രീചക്രാങ്കിത ബിന്ദു മധ്യനിലയാം പീതാംബരാലങ്കൃതാം ശംഖം ചക്രം വരാഭയം ജതതിം ബാലേന്ദു മൗലിം ശുഭാം സിംഹസ്യോപരി സംസ്ഥിതാം ത്രിനയനാം മൂകാസുരച്ഛേദിനീം ശ്രീ കോലാപുരവാസിനീം ഭഗവതീം ധ്യായാമി മൂകാംബിക. ഇതാണ് മൂകാംബികാ ദേവിയുടെ ഒറിജിനൽ ധ്യാനം. നമ്മൾ എല്ലാവരും ലളിതാ സഹസ്രനാമത്തിലുള്ള സിന്ദൂരാരണ വിഗ്രഹം എന്നൊക്കെ അവിടെ ചൊല്ലുന്നതിന് വിരോധമില്ല. പക്ഷേ ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ധ്യാനം. പൂജക്കെല്ലാം ഉപയോഗിക്കുന്ന ധ്യാനസ്തോത്രം ഞാനിപ്പം ചൊല്ലിയതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അത് അത്തരത്തിൽ ദേവിയുടെ മുമ്പിൽ വെച്ചിട്ട് മൂലമന്ത്രമൊന്നും ആരും ജപിക്കാൻ പാടില്ല. അതൊന്നും നമ്മൾ പറയാനും പാടില്ല. അതൊന്നും ഒരിക്കലും ഞാൻ പറയുകയുമില്ല. പക്ഷേ മറിച്ച് ദേവിയുടെ ഈ ധ്യാനസ്തോത്രം ആർക്ക് വേണമെങ്കിലും അമ്മയുടെ മുന്നിൽ വെച്ച് അത് ചൊല്ലാവുന്നതാണ്. ഒപ്പം ദേവിയുടെ ഉപദേവതകളെ ദർശനം നടത്തണം. ദേവിയുടെ ആദ്യം നമ്മൾ ക്ഷേത്രത്തിൽ കയറും മുമ്പ് തന്നെ സ്തംഭഗണപതി എന്ന് പറയുന്ന, അതായത് മുമ്പിലൊരു കൊടിമരവും അതിൻ്റെ അടുത്ത് മറ്റൊരു ഇതും വിളക്ക് വെക്കുന്നൊരു സാധനമുണ്ട്. അവിടെ അതാണ് സ്തംഭഗണപതി. അതിലാണ് ആ ഗണപതിയുടെ വിഗ്രഹമുള്ളത്. ചെറിയൊരു വിഗ്രഹമാണ്. അവിടെ തൊഴുത് ആ ഗണപതിയെ വന്ദിച്ചിട്ട് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. അതിനുശേഷം അകത്ത് ദേവിയെ തൊഴുതതിന് ശേഷം ഇടത്ത് വശത്തുള്ള ഗണപതിയെ വന്ദിക്കുക. ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിലുള്ള ശങ്കരാചാര്യരുടെ വിഗ്രഹമുണ്ട്. അതിനെയും നമ്മൾ വന്ദിക്കണം. ആ വന്ദിച്ചതിന് ശേഷം നമ്മൾ നേരെ പുറത്തിറങ്ങിയ ഉടനെ വീരഭദ്രനെയാണ് നമ്മൾ വടക്കോട്ടേക്ക് വടക്കേ നട വഴി നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം വീരഭദ്രനെയാണ് നമ്മൾ കാണുക. വീരഭദ്രൻ അമ്മയുടെ പുത്രൻ്റെ സ്ഥാനമാണെന്നും പറയുന്നു, കിങ്കരനായിട്ടും പറയുന്നു. അപാരമായ ഈ ശത്രുദോഷങ്ങളെല്ലാം തീർക്കുന്ന പരിപാടിയൊക്കെ വീരഭദ്രൻ്റെ മുമ്പിലാണ്. അപാര ശക്തിയുള്ള ഒരു മൂർത്തിയായിട്ട് വീരഭദ്രനെ സങ്കല്പിച്ചു പോരുന്നു. അത് ശിവൻ ജടയിൽ ഉത്ഭൂതനായതാണ്. അത് സതിയുമായിട്ടുള്ള കഥയിൽ ദക്ഷയാഗവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. ഈ നമ്മുടെ വീരഭദ്രൻ്റെ പുറത്ത് ആദ്യമായിട്ട് ഉണ്ടായതൊക്കെ അങ്ങനെയൊക്കെ കഥകളൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഏതായാലും അവിടുന്ന് നമ്മൾ നേരെ സുബ്രഹ്മണ്യനെ തൊഴുത് സരസ്വതി മണ്ഡപത്തിൽ കയറി നമ്മൾ സരസ്വതിയെ വന്ദിച്ച് ശേഷം നമ്മൾ ദേവിയുടെ ഉപദേവതകളായ ശിവനെയും
പിന്നെ വിഷ്ണുവിനെയും ഹനുമാരെയും ഒക്കെ ദർശനം നടത്തി അവസാനം വന്നിട്ട് ഈ ഒരു വേണുഗോപാലനുണ്ട്, ചെറിയ ഒരു തുളസിത്തറയിൽ ഒരു ഇതുണ്ട്, അത് ഒരു ഉണ്ണിക്കണ്ണൻ്റെ രൂപമുണ്ട്. ആ രൂപത്തെയും വന്നിച്ചു കഴിഞ്ഞാൽ മാത്രമേ ദർശനം പൂർണ്ണമാവുന്നുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പലരും അതൊന്നും ശ്രദ്ധിക്കാറില്ല. അതിനുശേഷം അവിടെയുള്ള സങ്കല്പ പൂജ എന്ന് പറഞ്ഞ് ഈ അടികമാർ ചൊല്ലിത്തരുന്ന, നമ്മൾ ഏറ്റുപറയുന്ന ഒരു ചടങ്ങുണ്ട്. അത് ആ സങ്കല്പ പൂജക്ക് നമ്മൾ പിന്നെ ഷീട്ട് മുറിച്ച് കഴിഞ്ഞാൽ നമ്മൾക്കത് ആദ്യകാലത്തൊക്കെ ക്ഷേത്രത്തിൻ്റെ അകത്തായിരുന്നു, കൊറോണ മുതൽ അത് പുറത്താണ്. 5-ാം നമ്പർ കൗണ്ടർ എന്ന് പറയുന്ന പ്രസാദം കൊടുക്കുന്ന കൗണ്ടറിൻ്റെ അടുത്ത് അത് ആ കർമ്മം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് നമ്മളുടെ ജന്മജന്മാന്തര പാപങ്ങളെ കഴുകിക്കളയുന്നതായിട്ടുള്ള ഒരു കർമ്മമായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് കൂടി അത് ചെയ്ത് പിന്നെ തിരുമധുരം അത് ഓരോരുത്തരുടെ സൗകര്യം പോലെ. അവിടുത്തെ ഏറ്റവും പ്രധാന കർമ്മം ചണ്ഡികാഹോമമാണ്. അത് പിന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് നല്ല നിലയിലുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ചുരുങ്ങിയത് 25,000 രൂപയെങ്കിലും ചിലവ് വരും. അപ്പോൾ അത് എല്ലാവർക്കും കഴിയണമെന്നില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കഴിയുന്ന കാര്യങ്ങളാണ്. പിന്നെ സൗകര്യപ്പെടുന്നവർ കൊടജാദ്രിയിലാണ് ദേവിയുടെ മൂലസ്ഥാനം പറയുന്നത്. ആ കൊടജാദ്രിയിൽ ദേവിക്ക് കൊടുക്കുന്നത് മധ്യമ കർമ്മത്തിലുള്ള പൂജകളാണ്. അതായത് ഈ മാംസവും മറ്റൊക്കെ അവിടെ നിവേദിക്കുന്നുണ്ട്. അവിടെ ഈ കൊടജാദ്രിയുടെ അടിവാരത്തിൽ അവിടുന്ന് മേലെ ശങ്കരപീഠത്തിലേക്ക്, പലരും അതിനെ സർവജ്ഞപീഠം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. സർവജ്ഞപീഠമല്ല, അത് കാശ്മീരിലാണ്. ഇത് ശങ്കരപീഠമാണ്. ശങ്കരപീഠത്തിലേക്ക് 2 വഴിയുണ്ട്, ഇടത്തും വലത്തുമായിട്ട് 2 വഴിയുണ്ട്. അധികം ആളുകളും പോകുന്നത് ഇടത്തെ വഴിയിലൂടെയാണ്. ആ വഴിയിൽ പോയിട്ട് 1.5-2 കിലോമീറ്റർ മേലെ ചെന്ന് കഴിഞ്ഞാൽ ശങ്കരപീഠം ദർശിച്ചുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ അതിൻ്റെ താഴോട്ടുള്ള ചിത്രമൂലയിലേക്ക് ആളുകളെ വിടുന്നില്ല. അത് ശിവരാത്രി നാളിൽ മാത്രമേ വിടുന്നുള്ളൂ. അതുകൊണ്ട് അത് ഇപ്പം ഞാനൊക്കെ എത്രയോ തവണ ചിത്രമൂലയിലൊക്കെ ദർശനം നടത്തിയതാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് അമ്മയുടെ ഉപാസകനാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ അനുഗ്രഹത്താൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ ഇടവന്നു എന്നുള്ളതാണ് സത്യം. ഏതായാലും ഇതാണ് ദേവിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ദേവിയുടെ വിഷയങ്ങൾ തന്നെയാണ്. മൂകാംബിക അമ്മയുടെ ഈ ഒരു പ്രത്യേക ചൈതന്യത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അവിടെ പോയിരിക്കുന്ന ഓരോ വ്യക്തിക്കും മൂകാംബിക ക്ഷേത്രം അവരെ പിന്നെയും പിന്നെയും മാടി വിളിക്കുന്നതായിട്ടൊക്കെ അനുഭവമുണ്ടാവുമല്ലോ. ആ മാടി അത് പിന്നെ പ്രത്യേകിച്ചിട്ട് ഭക്തരുടെ ഇടയിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ചൊല്ല് തന്നെയുണ്ടല്ലോ. മറ്റ് ക്ഷേത്രം പോലെയല്ല മൂകാംബിക ക്ഷേത്രം. അമ്മ വിളിച്ചാലേ അവിടെ പോകാൻ പറ്റൂ എന്നൊക്കെ ഒരു ചൊല്ലുണ്ടല്ലോ. അപ്പം അമ്മ നമ്മളെ വിളിക്കണം, അത് അർഹതയുള്ളവരെ മാത്രമേ വിളിക്കുള്ളൂ എന്നുള്ളതാണ് സത്യം. അതിന് അർഹത നേടുക എന്നുള്ളതാണ് ഒരു ജന്മത്തിൻ്റെ പുണ്യമാണത്. എത്രയോ ആളുകൾ സങ്കടം പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. എല്ലാവർക്കും ഒന്നും പോകാനാവുന്നില്ല. മറ്റൊരു ക്ഷേത്രത്തിനും ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. അത് മാത്രമല്ല, അവിടെ ഇതിനിടെ ബോംബെയിൽ നിന്നും ഒരു സ്ത്രീ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അവർ മൂകാംബികയിലെത്തി. പക്ഷേ എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് അവരുടെ ഡേറ്റൊക്കെ. പക്ഷേ അവിടെ എത്തി അപ്പോഴത്തെ അവർക്ക് കയറാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടു. അവർ ആകെ അപ്സെറ്റായി, ആകെ ഡൗണായി. പിന്നെ അവർ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ വന്ന് കണ്ട സ്ത്രീയാണ്. അവർക്ക് ആരോടാണ് ഈ സങ്കടം പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. എപ്പോഴാണ് എന്നെ ഓർമ്മ വന്നത്. അങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു സങ്കടപ്പെടേണ്ട, നിങ്ങൾ തൽക്കാലം പിന്നെ ഇപ്പോൾ ഇന്ന് കയറണ്ട. അപ്പോൾ എന്നോട് ചോദിച്ചു സൗവർണികയിൽ ഇറങ്ങാവോ. ഞാൻ പറഞ്ഞു സൗവർണികയിലും ഇറങ്ങണ്ട എന്ന് പറഞ്ഞു. അടുത്ത തവണ ദേവി നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക്
നിങ്ങൾക്ക് പോകാൻ കഴിയും, ഞാനും നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു. ഇതൊക്കെ എന്താ പറയുക, അങ്ങനെ എത്രയോ പേര് അങ്ങനെ ഇതിനു മുമ്പും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എത്തിക്കഴിഞ്ഞാലും ചിലപ്പോൾ അകത്ത് കയറാൻ കഴിയില്ല. അങ്ങനെയൊക്കെ ഉണ്ട് അമ്മയുടെ കാര്യത്തിൽ. ഒരു കോളുണ്ട്, ശേഷം ഇതിലേക്ക് വരാം. ഹലോ, ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? മോറാഴ. എവിടെ? മോറാഴ. മോറാഴ, പറയൂ. 27/3/1984. 10:37 രാവിലെ. അതിൻ്റെ വോളിയം കുറക്കൂ. ഓക്കെ. ഹലോ, 27/3/84 രാവിലെ. ആരുടേതാണ്? അനിയത്തിൻ്റെ. തിരുവോണ നക്ഷത്രം. അതെ. ഏകാദശിക്ക് ജനിച്ച തിരുവോണം ഏകാദശിയാണ്. അത് ഏറ്റവും നല്ലതാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ എന്താണ് അറിയേണ്ട വിഷയം? ഭാവിയിൽ ഇപ്പം നല്ല ഭാവി തന്നെയല്ലേ? ഒന്നിനും കുറവൊന്നും കാണുന്നില്ലല്ലോ. അത്ര നല്ലതല്ല. എത്ര നല്ലതല്ലെന്ന് എന്താണ് വിഷയം എന്ന് പറയൂ. ഹലോ, 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 ഹലോ. കോള് കട്ടായെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ദേവിയെക്കുറിച്ച് തന്നെ തുടരുകയാണ്. അതായത് ഈ അമ്മയുടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മൂകാംബികയിൽ നമ്മൾ ദർശനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 3 നേരം ദർശനം നടത്തുക എന്നുള്ളത് വളരെയേറെ ഗുണപ്രദമായ കാര്യങ്ങളാണ്. അത് പലരും അതൊന്നും പെട്ടെന്ന് ഓടിപ്പോയിട്ട് ഇങ്ങോട്ട് ഒരു ടൂറിസ്റ്റിൻ്റെ മനോഭാവത്തിലൊന്നും ദർശനം നടത്താൻ പോയാലൊന്നും മൂകാംബികയിൽ പോയതിൻ്റെ പൂർണ്ണമായ ഫലം കിട്ടില്ല. അതുപോലെ ശരിക്കും പറയുമ്പോൾ ഈ വെറും കൈയാലെ പോവരുതെന്നാണ്. അത് ദേവീപരമായ കാര്യത്തിൽ വളരെയേറെ ശരിയാണ്. അത് ഈ മൂകാംബിക എന്ന് മാത്രമല്ല, ഏതൊരു ദേവീക്ഷേത്രത്തിലും നമ്മൾ വെറും കൈയോടെ പോവരുതെന്നാണ്. ആ കയ്യിൽ എന്തെങ്കിലും വേണം. മൂകാംബികയിൽ അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ അമ്മക്ക് അമ്മയെ വേഗം സന്തുഷ്ടയാക്കാൻ പറ്റിയ സംഗതി ഈ മംഗലാപുരം മുല്ലയുടെ, അതാണ് അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട സാധനം, മംഗലാപുരം മുല്ല. അത് വാങ്ങുന്നവർ 6 മുഴം മേടിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടത് ചാർത്തിയിട്ട് നമ്മളെ കാണിച്ചു തരും. പക്ഷേ ഇത് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അവിടെ ഈ ക്ഷേത്രത്തിൽ ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും. ചോന്നമുണ്ടും പച്ചമുണ്ടൊക്കെ ഉടുത്തിട്ട് ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഇവർക്കൊന്നും ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിക്കാൻ അവകാശമുള്ള ആളുകൾ 6 or 7 പേരേ ഉള്ളൂ. അത് പ്രത്യേകം മനസ്സിലാക്കണം. മറ്റുള്ളവരൊക്കെ നമ്മളെ ക്യാൻവാസ് ചെയ്ത് ഇപ്പം പുറത്തേക്കൊക്കെ കൂട്ടിക്കൊണ്ടുപോയി ചണ്ഡികാഹോമത്തിനൊക്കെ അതിനൊക്കെ ഏജൻറ്റുമാരുണ്ട് അവിടെ. അവരെ വീട്ടിലും മറ്റൊക്കെ ചണ്ഡികാഹോമം നടത്തുക, അതിനെ കൊണ്ടൊന്നും പ്രത്യേകിച്ച് വലിയ ഫലമൊന്നും ഉണ്ടാവില്ല. അത് ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിൻ്റെ അകത്ത് നടക്കുന്ന ചണ്ഡികാഹോമത്തിന് മാത്രമേ പൂർണ്ണമായ ഫലം
നിങ്ങൾ ആ പ്രാർത്ഥനയുടെ ഫലം ലഭിക്കുകയുള്ളൂ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ക്ഷേത്രത്തിന് പുറത്തുള്ള പല അടികമാരും ഇപ്പോൾ ആളുകളെയൊക്കെ വെച്ച് ക്യാൻവാസ് ചെയ്ത് ചണ്ഡികാഹോമം അവരുടെ ഭവനത്തിൽ വെച്ച് നടത്തുന്നുണ്ട്. അതിന് വലിയ പ്രാധാന്യം കൊടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ചണ്ഡികാഹോമം നമ്മൾ ബുക്ക് ചെയ്താൽ ചിലപ്പോൾ 4-5 വർഷം അല്ലെ 6 വർഷമൊക്കെ ഇപ്പം താമസം വരുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ VIP കോട്ട എന്ന് പറഞ്ഞിട്ട് ഒരു സമ്പ്രദായമുണ്ട്. 2000 രൂപ കൂടുതൽ കൊടുത്തിട്ട് അതിന് സ്വാധീനം വേണം. അങ്ങനെ ചെയ്യാം, അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിന് പറ്റിയ ആൾക്കാരെ പിടിക്കണം. അത്തരം പിന്നെ ആളുകളെ പിടിച്ചുകൊണ്ട് ഒരു 1-2 മാസം കൊണ്ടൊക്കെ നേടിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇപ്പോൾ 6 കൊല്ലം വരെ കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട്. അതെ, നമ്മളെ കാടാമ്പുഴയിലെ പൂമൂടലിൽ ഇപ്പോൾ 80 കൊല്ലം കഴിഞ്ഞിട്ടോ മറ്റോ. അതേപോലെയാണ് ഗുരുവായൂരപ്പൻ്റെ ഉദയാസ്തമന പൂജ. അതും നമ്മളിപ്പം ബുക്ക് ചെയ്താൽ നമ്മളെ മകൻ്റെ മകനോ മറ്റോ ചെയ്യാൻ പറ്റും, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ്. ഇപ്പം പണ്ട് ബുക്ക് ചെയ്തവരെല്ലാം അവരൊക്കെ മരിച്ചുപോയി. അവരുടെ മക്കളോ മക്കളെ മക്കളൊക്കെയാണ് ഇപ്പോൾ ഉദയാസ്തമന പൂജയൊക്കെ നടത്തുന്നത്. അത് ദേവസ്വം അങ്ങോട്ട് അറിയിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഏതായാലും ചണ്ഡികാഹോമത്തിന് അത്തരത്തിലുള്ള ഇത് വന്നിട്ടില്ല. 5, 8, 6 കൊല്ലത്തിനുള്ളിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ജന്മത്തിൻ്റെ പുണ്യമായിട്ട് ചണ്ഡികാഹോമത്തെ പറയപ്പെടുന്നു. ഏറ്റവും ചെലവ് കുറഞ്ഞതും പ്രായേണ മറ്റ് വലിയ വലിയ ക്ഷേത്രങ്ങളിലുള്ള കർമ്മങ്ങളിൽ ഇത് അത്ര വലിയ ഒരു ചിലവുള്ള ഒരു കർമ്മമായിട്ട് പറയാനാവില്ല. 10,000-20,000 റുപ്യൊന്നും ഒരു വലിയ പൈസയായിട്ട് ഇന്നത്തെ കാലത്ത് പറയാനാവില്ലല്ലോ. പിന്നെ സാമ്പത്തികമായിട്ട് ഉള്ളവർക്കാണ്, അല്ലാത്തവരൊക്കെ അതൊരു വലിയ പണം തന്നെയാണ്. ഒരു കോളുണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പയ്യന്നൂരിന്ന്. പറയൂ, ഡേറ്റ് പറയൂ. 2185 സാർ. 2184. 2184. സമയം 1:15 ഉച്ചയ്ക്ക്. ആരുടേതാണെന്ന് പറയൂ. അത് മോളമോന്റെ. മൂലനക്ഷത്രം. അവർ ആഫ്രിക്കയിലുണ്ട് സാർ. ആറിന് ജോലി ശരിയില്ല. മൂലനക്ഷത്രം. മാറാൻ വേണ്ടിട്ട്. മൂലനക്ഷത്രം. മൂലനക്ഷത്രം. എന്താണ് അറിയേണ്ട കാര്യം? അവർ ആഫ്രിക്കയിൽ ആടെ ജോലി ശരിയില്ല. അപ്പൊ അവിടെ ഒരു കമ്പനി ഇത് ഒരു ഇതില്ല. കാരണം മാറാൻ വേണ്ടിട്ട് ഒരു പ്രയത്നിക്കുക. അതാവോ അറിയാൻ വേണ്ടിട്ടാണ്. യുഎസ്എയിലേക്ക് നോക്കുന്നുണ്ട്. ഇപ്പം നടക്കുന്നത് ചൊവ്വാദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരമാണ്. അപ്പോൾ ഈ വ്യാഴം കുറച്ച് അനുകൂലമായ കാലഘട്ടമാണ്. അപ്പോൾ ഈ സമയം നോക്കിയാൽ നടക്കും. 25 8-ാം മാസം വരെ ഉണ്ട് ഈ അനുകൂല സമയം. അപ്പോൾ അതിനുള്ളിലായിട്ട് നോക്കാൻ പറയുക. ഉണ്ടല്ലോ, ഭാഗ്യവാനാണ്, യാതൊരു സംശയവും ഇല്ല. ഭാഗ്യമുള്ള അല്ല, അത് ചൊവ്വാദശ ആണ്. ചൊവ്വാദശയിൽ ഇപ്പം വ്യാഴത്തിൻ്റെ അപഹാരം തുടങ്ങിയിട്ട് അത്രേ ആയിട്ടുള്ളൂ. ഈ അപഹാര സമയം ചൊവ്വാദശ പൊതുവെ മോശമാണ്. അഗ്നിമാരുത യോഗമുള്ള ചൊവ്വയാണ്. ശനിയുമായിട്ട് യോഗം ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചൊവ്വാദശ ഗുണം ചെയ്യില്ല. പക്ഷെ ഇപ്പോൾ ഉള്ള വ്യാഴത്തിൻ്റെ അപഹാരം അത് വലിയ മോശമുണ്ടാവില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത് അതെ അതെ അതാ ഞാൻ അങ്ങനെ പറയല്ലേ. അതെ, ആവട്ടെ ആവട്ടെ. അല്ല, 8 മാസത്തിനുള്ളിൽ നടക്കുന്നേ. ആയിക്കോട്ടെ. അല്ല ഇപ്പൊ US ട്രംപിന്റെ എന്തൊക്കെയോ പുതിയ പരിപാടിയൊക്കെ വരുന്നുണ്ട്. അത് പൊതുവായിട്ടുള്ള കാര്യമാണ്. അപ്പൊ കുടിയേറ്റക്കാരെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു നിയമമൊക്കെ അയാൾ നടപ്പിലാക്കാൻ പോകുന്നുണ്ട്.
അത് തന്നെ ജാതകപ്രകാരം കിട്ടുമെന്ന് ജാതകപ്രകാരം അയാൾക്ക് ഇപ്പോൾ ഒരു രക്ഷ ബ്രേക്ക് കിട്ടേണ്ട സമയമാണ്. വ്യാഴം ഇയാൾക്ക് അനുകൂലമാണ്. ഓ അത് അതാണ് അത് 8 മാസത്തിനുള്ളിൽ എന്തെങ്കിലും മെച്ചങ്ങൾ വരും. അത് ആരോഗ്യത്തിനൊന്നുമില്ല സാർ, ആരോഗ്യം അങ്ങനത്തെ ഒന്നുമില്ല. പ്രശ്നം മാനസികമായിട്ട് വേറെ തളർച്ചയുണ്ട്, അതുകൊണ്ടാണ്. അതിപ്പോ US തന്നെ വേണമെന്നില്ലല്ലോ. ഇല്ല, വേറെ എവിടെയും കിട്ടാലും അത് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി, പോകാൻ വേണ്ടിട്ട്. യൂറോപ്പിലേക്കെല്ലാം പോവാലോ. അത് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി സാർ. അത് കിട്ടും. ആയിക്കോട്ടെ. മക്കള് കുട്ടികള് വല്ലതും ഇത് തന്നെ സാർ. ഓക്കെ ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, അതായത് വിളിച്ച കോളർ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോ നിങ്ങൾ? അതായത് സാറ് പറഞ്ഞാൽ അത് ശരിയാവുമെന്ന്. അത് പലരുടെയും വിശ്വാസമാണ്. അത് എനിക്ക് ആ വിശ്വാസം എന്നിലേക്ക് വന്നത്, എന്നിൽ ഞാൻ പറഞ്ഞത് നടക്കുമെന്നൊക്കെയുള്ള വിശ്വാസം ഒരു ജ്യോതിഷിയുടെ അപ്പുറം എന്നെ ഒരു ദേവിയുടെ ആളായിട്ട് കാണുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ മനുഷ്യർ എന്നോട് പ്രതികരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ദേവീഭക്തൻ എന്നുള്ള രൂപത്തിലുള്ള അംഗീകാരമാണത്. കഴിഞ്ഞ 30 വർഷമായിട്ട് ദേവിയെ ആരാധിക്കുകയും പൂജിക്കുകയും ഉപാസിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായി ഈ പൊതുജനം അത് മനസ്സിലാക്കിയ വലിയൊരു വിഭാഗം ഈ വ്യക്തിക്ക് അമ്മയുടെ അനുഗ്രഹമുണ്ട് എന്ന് ധരിക്കുകയും അതുപ്രകാരം ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയുകയും ചെയ്യുന്നു. അതാണ് ഞാൻ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. അത് പക്ഷേ എന്താണ് പറയുക, അപൂർവമായ ഒരു ഭാഗ്യവും കൂടിയാണ്. കാരണം നമുക്ക് ദൈവാനുഗ്രഹം നമ്മളിലേക്ക് വരുന്നത് തന്നെ ജന്മജന്മാന്തര പുണ്യത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറയപ്പെടുന്നു. അത് മറ്റുള്ളവരത് വകവെച്ചു കൊടുക്കുക എന്നുള്ളത് അതിൻ്റെ അപ്പുറം ഉള്ളൊരു കാര്യമാണ്. ആർക്കെങ്കിലും ഒരു ദൈവാനുഗ്രഹം ഉണ്ടോ എന്നുള്ളത് അത് നമുക്കാർക്കും നിശ്ചയിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് ആരും അങ്ങനെ വിലയിരുത്താൻ പറ്റുകയുമില്ല. പിന്നെ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ അത്തരം നിഗമനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുക. അതായത് നമ്മുടെ സ്വന്തം അനുഭവങ്ങൾ, ഇപ്പോൾ എനിക്കൊക്കെ അങ്ങനെയുള്ള 100 കണക്കിന് അനുഭവങ്ങളുണ്ട്. ദേവിയെ ആരാധിക്കാൻ തുടങ്ങിയതിന് ശേഷം ജീവിതത്തിൽ വന്നിരിക്കുന്ന പല ആപത്തിൽ നിന്നും മറ്റൊക്കെ രക്ഷപ്പെടുക, പിന്നെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ ആ പ്രതിസന്ധികളെല്ലാം അലിഞ്ഞില്ലാതായി പോവുക, ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. അങ്ങനെ അതാണ് വിശുദ്ധമായിട്ട് മാറുക, ജ്ഞാനമായിട്ട് മാറുന്നത് അതാണ്. അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ഈ സ്വന്തം നിലയിൽ അനുഭവത്തിലേക്ക് അത് ഏറ്റുവാങ്ങുമ്പോഴാണ് ഏതൊരു അറിവും ജ്ഞാനമായിട്ട് മാറുന്നത്. അത്തരം അനുഭവങ്ങൾ എനിക്ക് ധാരാളമായിട്ടുള്ളത് കൊണ്ട് ഇദ്ദേഹം ഇപ്പോൾ ഈ പറഞ്ഞതിൽ ഞാൻ അത്ഭുതപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞാൽ അത് ശരിയാകുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് ശരിയാണെന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. കാരണം പറഞ്ഞ നാവിനെ പഴപ്പിക്കാതെ ദേവി നോക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 8 മാസം കൊണ്ട് എന്തായാലും ആ മനുഷ്യൻ്റെ ചോദിച്ച മകളെ കുട്ടിക്ക് ജോലി ശരിയാക്കി കൊടുക്കും ദേവി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് അത് ഇനി പറയാനുള്ളത്, നമ്മളെ ദേവി മഹാത്മ്യത്തിലുള്ള വരികളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ കുറേ അധ്യായങ്ങളിലായിട്ട് ദേവിയെക്കുറിച്ച് 11-ാം അധ്യായത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ നമ്മൾ പിന്നെ ഗൃഹീതോഗ്ര മഹാചക്രേ ദംശോദിത വസുന്ധരെ വരാഹരൂപിണി ശിവേ നാരായണി നമോസ്തുതേ എന്നുള്ള മന്ത്രത്തിൻ്റെ അർത്ഥമാണ് പറഞ്ഞത്. ഇനി പറയുന്നത് നൃസിംഹരൂപേണോ ഉഗ്രേണ ഹന്തും ദൈത്യാൻ കൃതോദ്യമേ ത്രൈലോക്യത്രാണ സഹിതേ നാരായണി നമോസ്തുതേ. അത് നരസിംഹമൂർത്തിയുടെ രൂപത്തോടുകൂടി അസുരന്മാരെ കൊല്ലുന്നതിന് ഉദ്യോഗത്തോടു കൂടിയവൾ, അതായത് ഈ നരസിംഹം അറിയാലോ, നരസിംഹത്തിൻ്റെ സ്ത്രീരൂപമായിട്ട് ഇവിടെ ദേവിയെ പിന്നെ പറയുകയാണ്. നരസിംഹരൂപേണോ ഉഗ്രേണ ഹന്തും ദൈത്യാൻ കൃതോദ്യമേ
ത്രൈലോക്യത്രാണ് സഹിത 3 ലോകങ്ങളെയും അങ്ങനെ രക്ഷിക്കുക. അപ്പോൾ ഈ എപ്പോഴാണ് അത് ഭാഗവതത്തിൽ അതിനെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. പ്രഹ്ലാദനെ ഹിരണ്യകശിപിൽ നിന്ന് രക്ഷിക്കാൻ പ്രഹ്ലാദൻ എന്നുള്ള എന്താണ് ഈ ഭാഗവതം പറയുന്നത് അതിനേക്കാളും വലിയൊരു ഭക്തൻ ഉണ്ടായിട്ടില്ല എന്നാണ്. ആ പ്രഹ്ലാദനെ പല രൂപത്തിലും പീഡിപ്പിച്ചു. പിതാവായ സ്വന്തം പിതാവ് തന്നെ ഹിരണ്യകശിപു തന്നെ ഈ നാരായണ മന്ത്രം നിരന്തരമായിട്ട് ജപിക്കുന്ന പ്രഹ്ലാദനെ മലയുടെ മുകളിൽ നിന്നും താഴെ ഇടുക, ഇങ്ങനെയുള്ള ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയില്ല, അത്രമാത്രം പ്രഹ്ലാദനെ ചെയ്തു. എന്നിട്ടൊന്നും പ്രഹ്ലാദനൊന്നും പറ്റുന്നില്ല. അതാണ് ഭക്തിയുടെ ഏറ്റവും വലിയ സംഭവമായിട്ട് ഭാഗവതം വിശേഷിപ്പിക്കുന്നൊരു കാര്യമാണത്. ആ സമയത്താണ് നരസിംഹമൂർത്തി അവതരിച്ചത് എന്നും പറയുന്നു. ഒരു കോളുണ്ട്, ശേഷം ഇതിലേക്ക് വരാം. ഹലോ ഹലോ ഹലോ, എവിടുന്നാണ്? കുറച്ച് വോളിയം കുറക്കൂ. മോറാഴയുന്നു. ശരി, പറയൂ. 27/3/1984. സമയം 10:37 രാവിലെ. ഹലോ ഹലോ, പറയൂ. 10:37 രാവിലെ. ചതയം നക്ഷത്രം, തിരുവോണം 1984. 27/3/1984. ഓക്കെ. എന്താണ് അറിയേണ്ട വിഷയം? പറയൂ. ഭാവി ഇപ്പൊ നല്ല സമയാന്നൊന്നല്ല അറിയാം. അതെ, 10:37 ഇപ്പം സമയം അനുകൂലം തന്നെയാണ്. വ്യാഴദശയിൽ ശുക്രാപഹാരം നടക്കുന്ന കാലഘട്ടമാണ്. പിന്നെ ഇനി ഈ ജാതകത്തിൽ 7ാം ഭാവത്തിൽ ചൊവ്വ ശനി കേതുവുമായിട്ട് യോഗം ചെയ്യുന്ന ജാതകമാണ്. അതിൻ്റെ വല്ല പ്രയാസങ്ങളും ദാമ്പത്യ ജീവിതത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുണ്ടെങ്കിൽ പിന്നെ അത് വേറൊരു വിഷയമാണല്ലോ. അപ്പോൾ ഈ സമയം വ്യാഴദശയിൽ ശുക്രാപഹാരമാണ്. മറ്റേത് ജാതകത്തിലെ യോഗമാണ്. അതായത് അത്ര വേണ്ടത്ര ഒരു തൃപ്തിയില്ലാത്ത ദാമ്പത്യമായിരിക്കുമെന്നുള്ളതാണ് ഫലം. അപ്പോൾ ഇവർ ഒന്നിച്ച് തന്നെയല്ലേ ജീവിക്കുന്നത്? അതൊരു വല്ലാത്ത ഒന്നിച്ചിട്ടുള്ള അവസ്ഥ തന്നെയാണ്. അതൊരു വല്ലാത്ത അതങ്ങനെയാണ്. അതായത് ഒരു ഇതുണ്ടാവില്ല എന്നാണ്. എന്താണ്, ഒരു ദയ കുറവായിരിക്കും എന്നുള്ളൊരു ഫലമുണ്ട്. അതായത് മനുഷ്യനായിക്കഴിഞ്ഞാൽ കരുണ, ദയ ഇങ്ങനെയുള്ള ചില ഗുണങ്ങളെല്ലാം മനുഷ്യന് വേണം. അതാണ് അതിൻ്റെ ഒരു വസ്തുത. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഏറ്റവും ഭയങ്കരമായിട്ട് എഴുതിയ MD വാസുദേവൻ നായരാണ്. അപ്പോൾ അയാൾ ഇതിനിടെ 2 ദിവസം മുമ്പ് പോയല്ലോ. അപ്പോൾ അദ്ദേഹമൊക്കെ ഈ പറയുന്നത് ഈ കരുണയും ദയൊക്കെ മനുഷ്യന് വേണം. അപ്പോൾ ഈ കരുണ അത് കുറച്ച് കുറഞ്ഞൊരു വ്യക്തിയായിരിക്കുമെന്നാണ്. അപ്പോൾ അതാണ് പ്രധാന വിഷയം. അത് തന്നെയാണ്. കാരണം എന്താണ് പറയുക, പിന്നെ ഇവിടെ സ്വന്തം നിലയിൽ വരുമാനം വരാനുള്ള വിധിയുണ്ട്. അതെന്തെങ്കിലും ഉണ്ടോ? ജോലി ചെയ്യുന്നുണ്ടോ? അത് നല്ല ജോലി തന്നെയാണോ? അത് ആ ജോലിയിൽ തന്നെയാണ് സമാധാനം. അത് ഒരു ദൈവം എന്തെങ്കിലും ഒന്ന് കാണുമല്ലോ. അപ്പോൾ അതിലിനിയും മെച്ചം വരുമെന്നും കാണുന്നു. പിന്നെ ഈ മറ്റേ കാര്യം അത് അതിൻ്റെ പാട്ടിന് പോകട്ടെ. ബാക്കിയുള്ള കാര്യത്തിനൊന്നൊരു വിഷമൊന്നും ഉണ്ടാവില്ലെന്നാണ് ഞാനിവിടെ കാണുന്നത്. സന്താന വിഷയത്തിലും വേറെ കുഴപ്പമൊന്നും ഞാനിവിടെ കാണുന്നില്ല. സന്താനങ്ങൾ നന്നായി വരും. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ?
ഓക്കെ ആ ഓക്കെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ അതുകൊണ്ട് ഈ എന്താണ് പ്രഹ്ലാദൻ്റെ ആ സമയത്ത് അവതരിച്ചതാണ് ഈ നരസിംഹമൂർത്തി. അങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ ഓരോ എന്താണ് മൂർത്തികൾ അവതരിച്ചു. അല്ലെങ്കിൽ ഉദാഹരണം ഇപ്പം വാമനൻ്റെയൊക്കെ കഥയോടൊക്കെ എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ഏറ്റവും നല്ല ആളെ ചവിട്ടിത്താത്താൻ വേണ്ടി എന്തിനാണ് ഒരാൾ അവതരിച്ചത് വിഷ്ണു, അങ്ങനെ ഒരു പണിയെടുത്ത് എന്തിനാണെന്ന് പിന്നെ അതിനൊന്നും വിശകലനം ചെയ്യാനൊന്നും ഞാൻ ആളല്ല. ഏതായാലും ഇങ്ങനെ എപ്പോഴൊക്കെ ധർമ്മത്തിന് എതിരായിട്ടുള്ള സംഗതി വരുമ്പോഴൊക്കെ വിഷ്ണു അവതാരം കൈക്കൊള്ളുന്നതായിട്ടാണ് പുരാണം പറയുന്നത്. അതിലേറ്റവും വലിയ അവതാരമായിട്ട് സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെയാണ്. പിന്നെ രാമനാണ്. ശ്രീകൃഷ്ണൻ സമ്പൂർണ്ണ അവതാരമായിട്ട്, വിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരം, അത് ഇയാളെ മേൽപ്പത്തൂരിൻ്റെ ഭാഷയിൽ പൂർണ്ണ പുണ്യാവതാരം എന്നാണ് മേൽപ്പത്തൂർ അത് വിശേഷിപ്പിച്ചത്. അങ്ങനെ പൂർണ്ണ പുണ്യാവതാരമായിട്ട് ശ്രീകൃഷ്ണൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി രാമനൊക്കെ അതിൽപ്പെട്ട അത് ഈ പരശുരാമൻ, അങ്ങനെ 5-10 പേരുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ആ മത്സ്യം, കൂർമ്മം, വരാഹം, അങ്ങനെ അതിൽ ഒന്നാണ് ഈ ഏറ്റവും ബീഭത്സമായ ഒരു രൂപം. കണ്ടു കഴിഞ്ഞാൽ തന്നെ സാധാരണ അത് ഭാഗവതത്തിലൊക്കെ വർണ്ണിക്കുന്ന സമയത്ത് തന്നെ പേടി തോന്നുന്ന രൂപത്തിൽ അത് വർണ്ണിക്കാൻ കഴിവുള്ള ആചാര്യന്മാരുണ്ട്. നരസിംഹമൂർത്തിയുടെ ആ രൂപത്തെയൊക്കെ കേൾക്കുന്നവന് തന്നെ ഒരു ഉൾക്കിടിലം വരുന്ന രൂപത്തിലൊക്കെ അതിന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഏതായാലും ഈ കാളിയുടെ രൂപത്തോട് ഈ പാർവതി കാളിയായിട്ട് അവതരിച്ചു എന്നുള്ളൊരു കഥയും, ഒപ്പം ഈ നമ്മുടെ കേരളത്തിലുള്ള ഈ ദാരികനെ വധിച്ച കാളിയുടെ ഇതും, അതാണ് കൊടുങ്ങല്ലൂരൊക്കെ അതാണല്ലോ. അപ്പോൾ ഈ 2 തരം കാളിയുണ്ട്. ഈ കാളി സങ്കല്പത്തിൽ അതിൻ്റെ ഏറ്റവും ദേവീപരമായി പറയുമ്പോൾ ദേവിയുടെ ഏറ്റവും ഇതായ ഘോരരൂപമായിട്ട് കാളിയെ പറയുന്നു. അതിൽ തന്നെ കൊടുങ്കാളി എന്നൊക്കെ പറഞ്ഞ വിഭാഗമുണ്ട്. അതൊക്കെ അതേപോലെ വിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ഏറ്റവും ഭയാനകമായ അവതാരമായിട്ട് പറയുന്നത് ഈ പറയുന്ന ഈ നരസിംഹത്തെയാണ്. ആ നരസിംഹത്തിൻ്റെ രൂപം ദേവി കൈക്കൊണ്ടു എന്നാണ് ഇവിടെ വിവക്ഷ. നരസിംഹരൂപേണോ ഉഗ്രേണ ഹന്തും ദൈത്യന്മാരെന്ന് പറഞ്ഞാൽ അസുരന്മാർ, അവരെ വധിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ഈ പ്രപഞ്ചത്തെ രക്ഷിക്കാനുള്ള ഔത്സുക്യത്തോടുകൂടി ദേവി പ്രവർത്തിച്ചു എന്നാണ് ഇവിടെ ഈ വരികളുടെ അർത്ഥം. അതിൻ്റെ വിശദമായ രൂപത്തിലുള്ള ദേവീ മാഹാത്മ്യത്തിലുള്ള വരികളൊക്കെ ഞാനൊക്കെ ഇവിടെ പറയുന്നതൊക്കെ അതിൻ്റെ ലളിതമായ വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. ഇതിനൊക്കെ ഒരുപാട് മറ്റ് താന്ത്രിക തരത്തിലും മറ്റൊക്കെ വേറെ അർത്ഥതലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വലിയ 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 സംഗതികളാണ്. അത് ഇനിയിപ്പം ഇതിനെ മറ്റ് രൂപത്തിലൊക്കെ കർമ്മങ്ങളിലും മറ്റൊക്കെ ഉപയോഗിക്കുന്ന ചില പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഗുരുമുഖത്ത് നിന്ന് മാത്രമേ നമുക്ക് സാധാരണഗതിയിൽ, അത്തരം ആചാര്യന്മാർ തന്നെ ഇപ്പം കുറവാണ്. അതിൽ തന്നെ ആചാര്യന്മാരിൽ തന്നെ ഈ പണത്തോട് ആഗ്രഹമില്ലാതെ ആചാര്യനെ കിട്ടാൻ അതിലേറെ പാടാണ്. ധനമോഹിയായ ആചാര്യനാണെങ്കിൽ പിന്നെ അതൊന്നും വലിയ ഫലമുണ്ടാവില്ല. അവരൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്തരം അഖാഡകളിലാണ് അത്തരം സന്യാസിമാരുള്ളതെന്നാണ്. അതൊക്കെ വടക്കേ ഇന്ത്യയിലാണ്.
ഇപ്പം അഘോരികളൊന്നും പൈസക്ക് വേണ്ടിയിട്ടല്ലല്ലോ അവരുടെ ഉപാസനയൊക്കെ. അവരൊക്കെ ശ്മശാനത്തിൽ പോയിട്ടിരുന്നവർക്ക് ഉപാസന ചെയ്യുന്നവരല്ലേ. അതിനെക്കുറിച്ചൊക്കെ പിന്നെ ദശനാമി സമ്പ്രദായത്തിലുള്ള ഈ 10 സന്യാസി പരമ്പരകൾ, അത് അവർക്ക് ഓരോരുത്തർക്കും ഓരോ പേര്. അവരൊക്കെ ഈ സത്യം പറഞ്ഞ കുംഭമേളക്ക് മാത്രമേ ഇറങ്ങുള്ളൂ. അത്രമാത്രം ജപവും പ്രാർത്ഥനയൊക്കെ ആയിട്ട് മാത്രം ജീവിതം തള്ളി നീക്കുന്ന 10,000-കണക്കിന് സന്യാസിമാരുടെ നാടുകൂടിയാണ് നമ്മുടെ ഈ ഭാരതം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത്തരം ത്യാഗപൂർണമായ ജീവിതം നയിക്കുന്ന മറ്റൊരു മതവിഭാഗവും ഈ ഭൂമുഖത്തുണ്ടോ എന്നുള്ള കാര്യം സന്യാസിമാർ മാത്രം, അവരെ കൊണ്ടാണ് ഞാൻ പറയുന്നത്, മറ്റുള്ളവരല്ല. ഇപ്പം ഞാനൊക്കെ എല്ലാ ഭൗതിക സുഖങ്ങളും അനുഭവിച്ചുകൊണ്ടുള്ള ഉപാസനയും മറ്റൊക്കെയാണ്. അവരൊന്നും അതല്ലല്ലോ. അവരെല്ലാം ത്യജിച്ചിട്ട്, അത് ഇതിനെക്കുറിച്ച് 2 പക്ഷമുണ്ടാവാം, അതിനെക്കൊണ്ട് എന്താ കാര്യമെന്നൊക്കെ പലർക്കും തോന്നാം. അത് പക്ഷേ അവരുടെ ഓരോ ആളും താൻ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ട അതാത് വ്യക്തികളല്ലേ. എൻ്റെ ജീവിതം ഞാൻ എങ്ങനെ ജീവിച്ച് തീർക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ മാത്രമാണ്. അപ്പം ഞാനിപ്പം പോയിട്ട് ഹിമാലയത്തിലെ കാട്ടിലേക്ക് പോകുന്നതെന്ന് തീരുമാനിക്കുന്നത് എൻ്റെ ഇതാണല്ലോ. അതിനിപ്പോൾ ആർക്കും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഇവിടെ അതിനേക്കാളും വലിയ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്ന എത്രയോ ആൾക്കാരില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സന്യാസിമാരെ കുറ്റം പറയാനൊന്നും ആർക്കും പറ്റില്ലല്ലോ. മറ്റ് മതങ്ങളിലുള്ള പുരോഹിതന്മാരെ അപേക്ഷിച്ചിട്ട് ഇവർക്ക് ത്യാഗം കൂടുതലാണെന്നുള്ളത് നമുക്ക് ശരിയായ രൂപത്തിൽ അവരെ മനസ്സിലാക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ന് വെച്ചിട്ട് മറ്റു മതങ്ങളിലുള്ളവർക്ക് ത്യാഗമില്ലാതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഇതിൽ ഇങ്ങനെ കുറച്ചുകൂടി സാക്രിഫൈസിൻ്റെ ഈ തലം കുറേ കൂടുതലാണ്. അതൊരു പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിന് ആരും എന്നോട് പരിഭവിക്കരുത്. അത് ആലോചിച്ചാൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുകയും ചെയ്യും. അതേത് മതസ്ഥനായാലും ഇതില്ല. പിന്നെ മറ്റൊരു ഇതുള്ളത് എല്ലാം ത്യജിച്ച് ജീവിക്കുന്ന മറ്റൊരു വിഭാഗമുള്ള ബുദ്ധമതത്തിലാണ്. അവരും ഈ പറഞ്ഞ വേറൊരു അതിൽ കഠിനമായ വിഭാഗത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ദലൈലാമയുടെയും മറ്റൊക്കെ ഒരു പരമ്പരയിൽ പോകുന്ന മറ്റൊരു സന്യാസി വര്യന്മാരുണ്ട്. അതിനെക്കുറിച്ച് ഒന്നും കൂടുതൽ പറയാൻ നമുക്കിവിടെ സമയമില്ല. ഏതായാലും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഒപ്പം പരിഹാര കർമ്മങ്ങളും ചെയ്യുന്നു. പരിഹാര കർമ്മങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എന്നെ ഈ നമ്പറിൽ വിളിച്ച് 9388504419 എന്നുള്ള നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ ജാതക ഫലം അറിയേണ്ടവർക്കും ഈ നമ്പറിൽ തന്നെ വിളിച്ച് ബുക്ക് ചെയ്ത് തന്നെ നേരിൽ വന്ന് കാണാവുന്നതാണ്. ഇനി അതല്ല ഓൺലൈനിൽ അറിഞ്ഞാൽ മതിയെങ്കിൽ അതിനും സൗകര്യമുണ്ട്. ഗൂഗിൾ പേ വഴി ദക്ഷിണ അയച്ചുകൊണ്ട് വാട്സാപ്പിൽ ഡേറ്റും ടൈമും അയച്ചുകൊണ്ട് അങ്ങനെയും നിങ്ങൾക്ക് ഫലം അറിയാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.